കേരളത്തിൽ കഴിഞ്ഞ ദിവസം അനുഭവിച്ചുകൊണ്ടിരുന്ന വെള്ളപ്പൊക്കം, പ്രകൃതിക്ഷോഭവും ഒക്കെ ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റവും കൂടുതൽ വെളുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയാണ്. 2018 പ്രളയം വന്നപ്പോൾ ഇങ്ങനെയായിരുന്നില്ല. മുഖ്യമന്ത്രി ചികിത്സ പോലും തേടാതെ ജനങ്ങൾക്ക് വേണ്ടി 24 അവേഴ്സും പ്രവർത്തിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് UDF സർക്കാരിനെയും ശ്രീ VD സതീശിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കാര്യത്തെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതുപോലെ സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ, അതായത് ഇതുപോലെ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ജനങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ഈ മാധ്യമങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണോ രാഷ്ട്രീയം പറയേണ്ടത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകും. ഇവിടെ ഓരോ ദുരന്തങ്ങൾ വരുമ്പോഴും അതിനൊക്കെ അതിജീവിക്കാനുള്ള മനോധൈര്യം ആളുകൾക്ക് നൽകുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരെ ആശ്വസിപ്പിക്കാനുള്ള വാർത്തകൾ നൽകുകയൊക്കെയാണ് മാധ്യമ പ്രവർത്തകർ കൂടുതലായി ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. കാരണം ഇവിടെ നമ്മൾ എങ്ങനെ ചിന്തിക്കണമെന്നല്ല, നമ്മൾ എന്തിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് എന്ന് നമ്മുടെ ചിന്തകളെ ആ ഒരു തലത്തിലേക്ക് ഫോക്കസ് ചെയ്യിപ്പിക്കാൻ മാധ്യമങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം നമ്മൾ പലപ്പോഴും മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെയാണ് കൂടുതൽ ചർച്ചയാക്കുന്നത്, അതിനെക്കുറിച്ചാണ് ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിലുള്ള സംഭവം ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം മാധ്യമങ്ങൾ ഈ കാണിക്കുന്ന ഊളത്തരങ്ങൾക്ക് ഒരു അറുതി വരണം എന്ന് തന്നെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയൻ അങ്ങനെ ചെയ്തു, VD സതീശൻ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തില്ല, അദ്ദേഹം എവിടെ പോയി വിരുന്നിന് പോയി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിലാണ് അദ്ദേഹത്തിനെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വെറും 100 ദിവസം പോലും ആയിട്ടില്ല UDF സർക്കാർ അധികാരത്തിലേറിയിട്ട്. മാത്രവുമല്ല, ഇത് ആരും നമ്മളെല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്ത് ഡാം തുറന്നു വിട്ടിട്ടുണ്ടായ പ്രളയമല്ല, ഇത് മുൻകൂട്ടി നിശ്ചയിച്ചിട്ട് വന്നിട്ടുള്ള പ്രളയമല്ല. അപ്പോൾ ഒരാള് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പരിപാടിക്ക് പോകുന്ന സമയത്ത് ഒരു മഴ പെയ്തു, ഇത്രയും പ്രോബളങ്ങൾ സംഭവിച്ചു, ആ സമയത്ത് പിണറായി വിജയൻ ചെയ്ത പോലെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടുത്തെ ഒരു കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും BJPയുടെയും എല്ലാം ഒരു പ്രവർത്തന രീതിയുണ്ട്. ആ രീതിയിൽ നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്ന അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരും ചെയ്യണം എന്ന് വാശി പിടിക്കുന്നതും ശരിയല്ല. അപ്പോൾ ചോദിക്കും, ജനങ്ങൾക്ക് വേണ്ടി എന്താ മുഖ്യമന്ത്രിക്ക് പ്രവർത്തിക്കാൻ പാടില്ല എന്ന്. ഇവിടെ മുഖ്യമന്ത്രി ഇറങ്ങി ഒരു കുട്ടി വെള്ളത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെ രക്ഷിക്കുകയല്ല, അതിന് പ്രാപ്തരായിട്ടുള്ള ആളുകൾ, പരിശീലനം നേടിയിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. അവരെ ആക്റ്റീവ് ആവുന്നുണ്ടോ, അവരെ ആക്റ്റീവ് ആക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ്. അത് വളരെ വ്യക്തമായി VD സതീശൻ ചെയ്ത് കളക്ടറോടൊക്കെ ചോദിച്ചിട്ടാണ് പോയത് എന്നാണ് പറയുന്നത്. ഞാനിവിടെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ, ഇല്ല എന്ന് അവർ പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പോയത് എന്ന് പറയുന്നു. ഇവിടെ ഒരു മന്ത്രി അങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത്. 2018 പ്രളയം വന്നപ്പോൾ അദ്ദേഹം ആക്റ്റീവ് ആയത് അതൊരു മനുഷ്യനിർമ്മിത പ്രളയമാണ്, ഒരു 65%. കാരണം അത്രയധികം വെള്ളം വരാൻ കാരണം ഡാമുകൾ തുറന്നു വിട്ടതാണ്. ഇനി ഇതൊക്കെ പോട്ടെ, ഇവിടെ 2018 കഴിഞ്ഞു, ഇത്രയും വലിയ പ്രളയം വന്നു. ഈ വെളുപ്പിക്കുന്ന പിണറായി വിജയൻ ഇത്രയും അടിപൊളി മന്ത്രിയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ശ്രീ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്? ഇവിടുത്തെ പുഴകളിൽ 2018 വന്നടിഞ്ഞ മണലൊക്കെ നീക്കം ചെയ്യണം, എങ്കിൽ മാത്രമാണ് നദിയിൽ കറക്റ്റായിട്ട് വെള്ളം ഒഴുകുകയുള്ളൂ. ഒരു 65% വെള്ളപ്പൊക്കങ്ങൾ നമുക്ക് അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ 2018 കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങൾ ഉണ്ടായിരുന്നു? ഇപ്പൊ 2026 നമ്മളെ ഇലക്ഷൻ വന്നത്. ഒരു 8 വർഷം ഉണ്ടായിട്ട് ഈ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി വേറെ എവിടെയോ പോയി, സ്വിറ്റ്സർലാൻഡിലോ അങ്ങനെ പല ഡമാർക്കിലോ എവിടെയൊക്കെ പോയിട്ട് അദ്ദേഹം അതിനെക്കുറിച്ച് വലിയൊരു പഠനം നടത്തിയിട്ട് കേരളത്തിലേക്ക് വന്നു ഇത് നടപ്പിലാക്കും എന്നൊക്കെ പറഞ്ഞു. എവിടെയാണ് നടപ്പിലാക്കിയത്? വീണ്ടും ഇതുപോലത്തെ വെള്ളപ്പൊക്കങ്ങൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ 2026 വെള്ളപ്പൊക്കം വന്നു. അപ്പൊ അത്രയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാതിരുന്നത്? ഓരോ വർഷം തോറും ദുരന്തങ്ങൾ വരുമ്പോൾ എന്റെ മൈലേജ് കൂടും, ഞാൻ അതിനനുസരിച്ച് ആക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എന്നല്ലേ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ള പിണറായി വിജയനെ അതിഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നത് എന്താണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രി എല്ലാ സ്ഥലങ്ങളിലും സന്ദർശിക്കുകയും അവിടെ ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ വാഗ്ദാനം നൽകുകയും ഒക്കെ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറയാൻ തോന്നുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളപ്പൊക്കം വരുന്നതിന് തൊട്ട് ദിവസങ്ങൾക്ക് മുന്നേ വലിയൊരു വാർത്ത നമ്മളുടെയൊക്കെ
ഇടയിൽ വന്നിട്ട് മാഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, പിണറായി വിജയന്റെ സ്വാധീനം ഒന്നുള്ളത് കൊണ്ട് മാത്രമാണ് കരിമണൽ കർത്ത വീണയ്ക്ക് 2 കോടി രൂപ നൽകിയത് എന്നാണ്. എന്നാൽ വീണ 1 രൂപയുടെ പോലും, വീണയുടെ കമ്പനി 1 രൂപയുടെ പോലും സേവനം ഈ കരിമണൽ കർത്തയ്ക്ക് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹം ED-യോട് പറഞ്ഞു എന്നുള്ളത് വാർത്ത വന്നു. ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ച വാർത്തയാണ് എന്നാണ്. എന്നാൽ വീണയോട് ED ചോദ്യം ചെയ്തപ്പോൾ വീണ പറഞ്ഞത് എൻ്റെ അച്ഛൻ പറയുന്നത് പച്ചക്കള്ളമാണ്, പറഞ്ഞതെല്ലാം കറുത്ത പറഞ്ഞതാണ് ശരി എന്നാണ്. അപ്പോൾ ഇവിടെ ആരാണ് കള്ളം പറയുന്നത്? ഇവിടെ ആരാണ് കള്ളത്തരങ്ങൾ കാണിക്കുന്നത്? ഇതിനെയൊക്കെ മൂടി വെച്ച് ഈ 2.5 കോടി രൂപ അതിമാന്യമായി കളവ് നടത്തിയിട്ടാണ് ശ്രീ പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നത്. ഈ 80കളിലൂടെ കടന്നു പോകുന്ന പിണറായി വിജയൻ കമ്മ്യൂണിസത്തെയും കമ്മ്യൂണിസ്റ്റുകാരെയും അതിമനോഹരമായി പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാവരും കോൺഗ്രസിനെ അടിച്ചമർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോഴുള്ള UDF സർക്കാർ നല്ല രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രീ പിണറായി വിജയന് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുകയാണ്. പറയാനുള്ളത്, നിങ്ങൾ വാഴ്ത്തുപാട്ടുകൾ പാടിക്കൊണ്ടിരിക്കുക, സത്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.